അങ്ങനെ ഞങ്ങൾ തേക്കടി യാത്ര കഴിഞ്ഞിട്ട് കുമളി ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഒരു നാടൻ ഹോട്ടലിൽ നിന്ന് നല്ല കുടംപുളിയൊക്കെ അരച്ച അയലക്കറിയും കൂട്ടി ഫുഡും കഴിച്ചു നേരെ മൂന്നാറിലേക്ക് വിട്ടു. പോകുന്ന വഴി ആനയിറങ്കൽ ഡാം കൂടി കണ്ടുപോകാം എന്നാണ് വിചാരിക്കുന്നത്. അതിമനോഹരമായ റോഡാണ് കേട്ടോ, അധികം തിരക്കുമില്ല. അത് കാരണം ഡ്രൈവിംഗ് എല്ലാം വളരെ എളുപ്പമായി. മൂന്നാർ ഞങ്ങൾ ഇതിനു മുമ്പേ കുറേ തവണ കണ്ടിട്ടുള്ളത് കൊണ്ട് ഇരവികുളം നാഷണൽ പാർക്ക് മാത്രമേ ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ കാണാൻ നിൽക്കുന്നുള്ളൂ. ഇന്ന് ഞങ്ങൾ മൂന്നാർ സ്റ്റേ ചെയ്ത് രാവിലെ ഇരവികുളം പോയിട്ട് അവിടെ നിന്ന് നേരെ കാന്തല്ലൂർ വിടും. കാന്തല്ലൂരാണ് 2 ദിവസം സ്റ്റേ. അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ആനയിറങ്കൽ ഡാമിൻ്റെ എൻട്രൻസ് പോയിന്റിലേക്കാണ് പോകുന്നത്. ചുറ്റും തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇതെല്ലാം ടാറ്റ ടീ പ്ലാന്റേഷനാണ്. അതിനപ്പുറമാണ് വനാതിർത്തി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്ഥലത്ത് കാട്ടാനകളുടെ ശല്യം കൂടുതലാണ് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും കുറച്ച് നാളായി മഴയില്ലാതിരുന്നാൽ ഡാമിലെ റിസർവോയറിൽ വെള്ളം കുറവാണ് എന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല നല്ല ചൂടുമാണ്. മൂന്നാറിലൊക്കെ മഴ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും ഇവിടെ മഴ എത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് ടിക്കറ്റ് 50 രൂപ എടുത്ത് അകത്തേക്ക് കയറിപ്പോയി. നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ശൂന്യമായി കിടക്കുകയാണ്. ആളുമില്ല, ആൾക്കാരുമില്ല, സ്നാക്സ് ഷോപ്പും ടീ സ്റ്റാളും ഒന്നുമില്ല. കാരണം ഡാമിൽ വെള്ളമില്ല, ആകെ വരണ്ട് കിടക്കുകയാണ്. അത് കാരണം ബോട്ടിംഗ് എല്ലാം നിർത്തിവെച്ചു. അതുകൊണ്ട് ആൾക്കാരും വരുന്നില്ല. നമ്മളിതൊന്നും അറിയാതെ വന്ന് പെട്ടതാണ്. ഞങ്ങൾക്ക് പുറകെ നിരനിരയായ ഒരു 7-8 കാറുകൾ കൂടി അകത്തേക്ക് കയറി വന്നു. പന്നിയാർ നദിക്ക് കുറുകെയാണ് എർത്ത് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കുമളി മൂന്നാർ റൂട്ടിൽ ഏതാണ്ട് ഇവിടെ നിന്ന് 22 കിലോമീറ്റർ കൂടിയുണ്ട് മൂന്നാർ എത്താൻ. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഡാമിൻ്റെ റിസർവോയർ ഏതാണ്ട് ഫുള്ളാകുന്നത്. ഇവിടെ നിന്ന് ഒഴുകി പോകുന്ന വെള്ളം പന്നിയാർ വഴി കുത്തുങ്കൽ ഡാമിലും പൊന്മുടി ഡാമിലേക്കുമാണ് പോകുന്നത്. നല്ലൊരു പാർക്കും ബോട്ടിങ്ങും എല്ലാം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വന്നാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ നിന്ന് അടുത്താണ് സൂര്യനെല്ലിയും കൊളുക്കുമലയെല്ലാം. ഞങ്ങൾ ആനയിറങ്കൽ ഡാം കണ്ടിട്ട് മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്ഥലമാണ് മുരുകൻപാറ കേവ് ടെമ്പിൾ. നല്ലൊരു സ്ഥലം കേട്ടോ. അകത്ത് കയറാൻ നോക്കിയിട്ട് നല്ല തിരക്ക്, അത് കാരണം അകത്ത് കയറാൻ പറ്റിയില്ല. ഒരു ഗുഹാക്ഷേത്രമാണ്. അത് മാത്രമല്ല ഇതിന് തൊട്ടടുത്ത് കുറേ ടീ ഷോപ്പുകളൊക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റ് കേട്ടോ. കോടമഞ്ഞും ഒരു മഴയുടെ ലക്ഷണവും നല്ല തണുപ്പും എല്ലാവരും നല്ല ക്ലൈമറ്റ്. ഞങ്ങളങ്ങനെ പൈൻ ട്രീ ഹോട്ടലിൽ എത്തി. ഇവിടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്റ്റേ. ഒരു ബഡ്ജറ്റ് ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ നേരെ ഇരവികുളം നാഷണൽ പാർക്കിലോട്ട്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ പോകുന്ന ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. ടിക്കറ്റ് ഞാൻ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പെർ ഹെഡ് അഡൾട്ടിന് 200 രൂപയാണ്. പിന്നെ നമ്മുടെ ക്യാമറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ചാർജ് എടുക്കണം. ഓൺലൈൻ ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ഈസിയാണ്. മൂന്നാറിൽ നിന്ന് മറയൂർ കാന്തല്ലൂരൊക്കെ പോകുന്ന റൂട്ടിൽ തന്നെയാണ് ഈ ഇരവികുളം നാഷണൽ പാർക്ക്. മൂന്നാർ ടൗണിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്തിച്ചേരാൻ. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. 1978 കണ്ണൻ ദേവൻ കമ്പനിയുടെ കൈകളിലായിരുന്ന ഈ വനപ്രദേശത്തെ സർക്കാർ ഏറ്റെടുത്ത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കി മാറ്റിയത്. ഇപ്പോൾ കേരള വനംവകുപ്പിൻ്റെ അധീനതയിലാണ് ഇരവികുളം നാഷണൽ പാർക്ക്. രാവിലെ തന്നെ എത്തണമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ ഫാമിലിയായിട്ട് പുറപ്പെടാൻ നിന്ന് അല്പം വൈകിയേ. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് സ്പേസ് എല്ലാം ഫുള്ളായിരുന്നു. ഭാഗ്യത്തിനൊരു ചെറിയ ചരുവിലാണ് സ്ഥലം കിട്ടിയത്. അവിടെ തന്നെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ഞങ്ങൾ നേരെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വിട്ടു. ഓൺലൈൻ ടിക്കറ്റ് എടുത്തിരുന്നിട്ടും നല്ല ക്യൂ ഉണ്ട്. ഞങ്ങൾ അല്പം കൂടി നേരത്തെ വരേണ്ടതായിരുന്നു. മലമുകളിലും തേയിലത്തോട്ടങ്ങളും എല്ലാം അതിമനോഹരമായ കാഴ്ചയാണ്. മുകളിൽ നല്ല മഞ്ഞും ഉണ്ടെന്ന് തോന്നുന്നു. താഴെ സ്വല്പം ചൂടാണ്. മെയിനായി വരയാടുകളുടെ സംരക്ഷിത വനമാണ് ഈ സ്ഥലം. അതിനോടൊപ്പം 13 വർഷം കൂടുമ്പോൾ പൂക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ മലമുകൾ മുഴുവൻ നീല നിറത്തിൽ കുറിഞ്ഞിപ്പൂക്കൾ പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലെല്ലാം കയറി ഏതാണ്ട് ഒരു 15 മിനിറ്റോളം എടുക്കും മുകളിൽ എത്തിച്ചേരാൻ. വളവും തിരിവും കാഴ്ചകളും എല്ലാം കണ്ട് നമ്മൾ ഏതാണ്ട് ഇപ്പം മുകളിലെത്താറായും. മുകളിലൊരു 1-2 ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ സ്നാക്സ് ചായ ഒക്കെ കിട്ടും. നമ്മൾ രാവിലെയാണ് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നൊക്കെ സ്നാക്സൊക്കെ കഴിക്കാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട്. ആ എൻട്രി പോയിൻറ്റിൽ സ്ട്രിക്റ്റ് ചെക്കിംഗ് ആണ്. നമ്മളെ ബാഗിനകത്ത് സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് എടുത്ത് മാറ്റും. കാര്യം നമ്മൾ പറഞ്ഞാൽ കേൾക്കാതെ ആൾക്കാർ മൃഗങ്ങളെ ഈ ബിസ്ക്കറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സ്ട്രിക്റ്റായിട്ട് വനംവകുപ്പിൻ്റെ ഒരു ചെക്ക് പോയിന്റിൽ അവർ ഈ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റും. എന്നിട്ട് ആ സാധനങ്ങളെല്ലാം നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് തിരികെ തരും. എന്നാലും എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുക.
അങ്ങനെ ഞങ്ങൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് പതുക്കെ നടന്നു തുടങ്ങി. താഴെ നല്ല ചൂടായിരുന്നു കേട്ടോ. ഇവിടെ മുകളിൽ എത്തിയപ്പോൾ അന്തരീക്ഷം ആകെ മാറിയിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റും കോടമഞ്ഞും നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. വരയാടുകളുടെ സംരക്ഷിത സ്ഥലമാണെങ്കിലും ഈ പ്രദേശത്ത് വരയാട് മാത്രമല്ല കേട്ടോ, കാട്ടുപോത്തുകളും മ്ലാവും കടുവയും പുലിയും കാട്ടുപട്ടിയും പൂച്ചയും കാട്ടുപന്നിയും പിന്നെ ലയൺ ടൈൽ മക്കാക്കു പോലുള്ള അപൂർവ ഇനത്തിൽപ്പെട്ട പല കുരങ്ങന്മാരും 100ഓളം ഇനത്തിൽപ്പെട്ട പക്ഷികളും കാണപ്പെടുന്നു. ഞങ്ങളങ്ങനെ നടന്നു വന്ന തൊട്ട് മുകളിൽ ഇവിടെ കുറച്ച് വരയാടുകൾ വിശ്രമിക്കുന്നുണ്ട്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 700ഓളം വരയാടുകളുണ്ട് എന്നാണ് വനംവകുപ്പിൻ്റെ കണക്കിൽ. അതികഠിനമായ മലയിടുക്കിൽ കൂടിയും ഇവറ്റകൾ സുഖമായി സഞ്ചരിക്കും. ഈ വരയാടുകളുടെ പ്രജനന സീസൺ ആകുമ്പോൾ ഈ പാർക്ക് ഫുൾ അടച്ചിടാറുണ്ട്. അധികം വലിപ്പം വയ്ക്കാത്ത ചെമ്മരികാടുകളുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ആണിനും പെണ്ണിനും വളഞ്ഞ കൊമ്പുകൾ കാണുന്ന പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഈ വരയാടാണ് തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം. അതുകൊണ്ട് തന്നെയാണ് ഇവരെ തൊടുന്നതോ ശല്യം ചെയ്യുന്നതോ വലിയ കുറ്റമാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് മുകളിലെത്തിയപ്പോൾ ഒരു കൂട്ടം വരയാടുകൾ നിൽക്കുന്നുണ്ട്. പലരും ഇവിടെ വരുമ്പോഴത്തേക്ക് വരയാടുകളൊന്നും കാണാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ വരയാടുകളെ കണ്ടു കേട്ടോ. പക്ഷെ മനുഷ്യരെ കണ്ടിട്ടൊന്നും അവയ്ക്ക് വലിയ കൂസലൊന്നുമില്ല. നല്ല ഇണങ്ങിയ ഒരു രീതിയിലുള്ളതാണെന്ന് തോന്നുന്നു. ആൾക്കാർ അവരെ ദേഹത്തൊക്കെ തൊടുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഒന്നാമത് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളാണ്. എന്തെങ്കിലും ഒരു അണുബാധ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ അവറ്റകൾ മുഴുവൻ ചത്തൊടുങ്ങും. അതുകൊണ്ട് തൊടാതിരിക്കുന്നതാണ് വളരെ നല്ലത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തി. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിൽ നിന്ന് ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിനപ്പുറത്തോട്ടേക്ക് അലൗഡ് അല്ല. കാര്യം അവിടെ ട്രൈബൽ സെറ്റിൽമെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കടത്തി വിടുകയില്ല. അവരിലുള്ള ആൾക്കാരെ മാത്രമേ അങ്ങോട്ട് കടത്തി വിടുകയുള്ളൂ. അപ്പോൾ അന്തരീക്ഷം എല്ലാം നല്ല മാറിയിട്ടുണ്ട് കേട്ടോ. താഴെ നല്ല ചൂടായിരുന്നു. ഇവിടെ നല്ല കോടമഞ്ഞും മഴയും എല്ലാം കൊണ്ട് നല്ലൊരു അന്തരീക്ഷം. ഓക്കെ, ഇനിയിപ്പം കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ച് പെട്ടെന്ന് നടക്കേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടന്ന് മുഴുവൻ അവിടെ എത്തുന്നത് വരെ നനയേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് നടക്കുന്നതാണ് നല്ലത്. ബസ് എത്തിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. തിരിച്ചു പോകുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഏത് ബസ്സിൽ വേണമെങ്കിലും കയറി പോകാം കേട്ടോ. അവിടെ ക്യൂ ആയിട്ട് നിന്ന് കയറണമെന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ നിന്നതും മഴ അങ്ങ് നല്ല സ്ട്രോങ് ആയി പെയ്തു. അത് കാരണം എല്ലാവരും നനഞ്ഞു ഇവിടെ നിന്ന്. പിന്നെ ഒരുവിധം നമുക്ക് നിൽക്കാൻ ഒരു സ്ഥലം കിട്ടിയതുകൊണ്ട് കയറി നിന്നു. ഒരുവിധം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ ബസ്സിൽ കയറി തിരികെ പോവുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങി നേരെ ഇനി അടുത്തത് കാന്തല്ലൂർക്കാണ് വിടുക. വളരെ അതിമനോഹരമായ കാഴ്ചകളായിരുന്നു ഇരവികുളം നാഷണൽ പാർക്കിൽ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കാന്തല്ലൂരിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ്, ബൈ ബൈ.